ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇത് നമ്മുടെ 1-ാം തീയതിക്കത്തെ വിശേഷമാണ് കേട്ടോ. 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ഏത് 1-ാം തീയതി? ചിങ്ങം 1, അതുപോലെ മലയാള മാസം 1, അതുപോലെ കർഷക ദിനം, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു 1-ാം തീയതി. ഇങ്ങനെ പ്രത്യേകതകളുള്ള ദിവസമൊക്കെ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. ചിങ്ങം 1, വൃശ്ചികം 1, ഇങ്ങനെയുള്ള മലയാള മാസങ്ങൾ, അതുപോലെ നമ്മൾക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ചില വിശേഷ ദിവസങ്ങളിലൊക്കെ എന്തോ ഒരു പ്രത്യേകതയാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, കുളിക്കണം, അങ്ങനെ പണികളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഇഷ്ടമാണ് കേട്ടോ. അത് എന്തോ ഒരു പ്രത്യേകതയാണ്. അപ്പം മക്കളെയും വിളിച്ച് ഞാൻ എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിക്കും കേട്ടോ. ഇന്നും അതുപോലെ തന്നെ അവർ രാവിലെ ഞാൻ അവരെ സോപ്പിട്ട് ഉണർത്തി 2 പേരോടും എണ്ണയൊക്കെ തേച്ച് കുളിക്കാനൊക്കെ പറഞ്ഞു. ഇന്നൊരു പ്രത്യേക ദിവസമാണ്, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എണ്ണയൊക്കെ തേച്ച് അവർ കുളിക്കാനൊക്കെ പോയിട്ടോ. പക്ഷേ ഞാൻ 4 മണിക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം പഠിക്കണം എന്നൊക്കെ കരുതിയിട്ട് അലാറമൊക്കെ വെച്ചു. പക്ഷേ അലാറം അടിച്ചപ്പം എനിക്ക് കാലുവേദന ഭയങ്കര ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കാലിന് വെരിക്കോസ് വെയിൻ ഭയങ്കരമായിട്ടുണ്ടായി. അപ്പോൾ ആ കാലിന് ഭയങ്കരമായിട്ട് രാത്രിയിലൊരു വേദനയായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണം കൊണ്ട് രാവിലെ എനിക്ക് എഴുന്നേൽക്കാനേ തോന്നിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടെ കിടക്കട്ടെ എന്ന് ചോദിച്ച് ഞാൻ അവിടെ കിടന്നു. 5 മണിയായിപ്പോയി. പിന്നെ ബുക്കൊന്ന് മറിച്ച് നോക്കാൻ പോലും സമയം കിട്ടിയില്ല കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി, അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എൻ്റെ പണികൾ തീരില്ല. കാരണം തലേ ദിവസം ജോലിക്ക് പോയതായതുകൊണ്ട് രാത്രി വന്നിട്ടുള്ള മുറ്റം പോലും അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതായത് മലയാള മാസം തുടങ്ങുന്നതിൻ്റെ തലേന്ന് കർക്കിടകം കഴിയുമ്പോൾ നമ്മളെല്ലാം അടിച്ചു കൂട്ടി കത്തിക്കണമെന്നാണല്ലോ. കർക്കിടകത്തിന് നമ്മൾ അതായത് യാത്രയാക്കണം എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് അടിച്ചു വാരാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ ഇരുട്ടത്താണ് കേട്ടോ അടിച്ചു വാരിയത്. 6 മണിയാവുന്നതിന് മുമ്പ് ഞാൻ മുറ്റം അടിച്ചു വാരിയായിരുന്നു കേട്ടോ. അത് കാരണം വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല, ഇരുട്ടായതുകൊണ്ട്. പിന്നെ ആരും പിടിച്ചു തരാനുണ്ടായിരുന്നില്ല. പിന്നെ ഇവരെ ഞാൻ ഉണർത്തുന്നത് 6:30-ക്ക് ശേഷമാണ്. 6:30, 6:45 ആയപ്പോഴാണ് കേട്ടോ. അപ്പോഴേക്കും എനിക്ക് ചോറായി. പിന്നെ ഞാൻ ചെറിയ രീതിയിൽ വറുത്തരച്ചൊന്നുമില്ല, പൊടി ഇട്ടിട്ടൊരു സാമ്പാർ വെച്ചു. പിന്നെ മോനൂസ് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ അലക്കും കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവർ 2 പേരും എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അപ്പോൾ അവനോട് പറഞ്ഞു ഒരു തേങ്ങ പൊളിച്ചാടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോനൂസ് തേങ്ങയൊക്കെ പൊളിച്ച് തന്നു കേട്ടോ. ആദ്യകൂട്ടനെ കുളിക്കാൻ വേണ്ടി എണ്ണയൊക്കെ തേച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ പോരുന്ന ദിവസം ഭയങ്കര തിരക്ക് തന്നെയായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് ഇവർക്ക് സ്കൂളില്ലല്ലോ, അവർ വീട്ടിലുള്ളത് കൊണ്ടൊരു സമാധാനമായിട്ട് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അവർ എഴുന്നേറ്റ് വരുന്നതിന് അലക്കൊക്കെ കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യക്കൂട്ടിനോട് ഞാൻ ചോദിച്ചു, നീ ആദ്യക്കൂട്ട തുണിയൊന്ന് വിരിച്ചിട്ടുണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എത്തൂല ആഴയിലേക്ക്. ചെറിയ ചെറിയ തുണികളൊക്കെ പിന്നെ അവൻ എറിഞ്ഞ് എത്തിക്കാം, പിന്നെ അതിൽ എനിക്ക് ഇരട്ടിപ്പണിയാവും. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ വിരിച്ചിട്ടോളാന്ന് പറഞ്ഞു കേട്ടോ അവനോടെ. അങ്ങനെ തുണിയൊക്കെ വിരിച്ചിടാനുള്ളതൊക്കെ വിരിച്ചിട്ടു. അപ്പോൾ ആദ്യകൂട്ടനാണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ. ഈ വീഡിയോ ഒക്കെ അവൻ്റെ പണിയാണ് കേട്ടോ പിടിച്ചത്. പിന്നെ രാവിലെ ഇവർ സ്കൂളിൽ പോവുകയാണെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് എനിക്ക് പോരാ കേട്ടോ. കാരണം ഞാൻ അവരെയും വിട്ട് ഞങ്ങൾ ഒരുമിച്ച് 4 ആളും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സമാധാനമാണ്. പിന്നെ ഇന്ന് പക്ഷേ കുഞ്ഞറെ വീട്ടിലുള്ളത് കൊണ്ട് പേടിക്കാനില്ല. അച്ഛനുണ്ടല്ലോ, അച്ഛൻ അവിടെ ഉള്ളത് കൊണ്ട് അവർ 2 പേരും നിന്നോളും. പിന്നെ കുടുവിനെ ചേട്ടൻ അംഗനവാടിയിലേക്ക് ആക്കിക്കോളും. എന്നാലും പണികളൊക്കെ തീർത്ത് വെച്ച് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ. അങ്ങനെ അലക്കിയ തുണികളൊക്കെ ഞാൻ വിരിച്ചിട്ടു. പിന്നെ അവർക്ക് രാവിലത്തേക്ക് ഉള്ള അപ്പം ഞാൻ തലേന്ന് അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം രാവിലെ നമ്മൾ അരി അരച്ചിട്ട് ചുടുന്ന അപ്പം ഇല്ലേ, നീർദോശ, നമ്മളിവിടെ നീർദോശ എന്നാണ് കേട്ടോ പറയുക. നീർദോശയായിരുന്നു ചുട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് മുറ്റമൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ, അതുപോലെ ചാണകമൊക്കെ തളിക്കും. വീട്ടിലായിരുന്നപ്പം ഇതുപോലെയായിരുന്നു കേട്ടോ. ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കാലത്ത് എഴുന്നേറ്റ് മുറ്റടിച്ച് ചാണകം തളിക്കും അമ്മ. ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ എന്നൊന്നും ചാണകം തളിക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെയൊക്കെ ചെയ്യണത്. ഞങ്ങൾ മുറ്റമൊക്കെ മെഴുകി നമുക്ക് ഇരിക്കാനൊക്കെ കിടന്ന് ഉരുളാൻ തോന്നുന്ന രീതിയിൽ. എൻ്റെ കല്യാണം വരെയൊക്കെ വീട് ചാണകം മെഴുകുന്ന വീടായിരുന്നു കേട്ടോ. കല്യാണത്തിനോടടുത്താണ് ഞങ്ങൾ നിലമൊക്കെ സിമൻ്റ് ഇടുന്നതും. അപ്പോൾ അതിനിടയിൽ കഥ പറഞ്ഞു പോയാൽ ശരിയാവില്ല. അപ്പോൾ അടിച്ചു വാരൽ അകമൊക്കെ അടിച്ചു വാരി ഞാൻ അതുകൊണ്ട് തന്നെ വേഗം ഒരു ദോശ ദോശക്കല്ലിൽ ഒഴിച്ചിട്ട് വേഗം അടിച്ചു വരാൻ പോകും, തിണ്ണ അടിക്കും. പിന്നെ വന്നിട്ട് മറിച്ചിടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടിച്ചു വരുമ്പോൾ അപ്പോഴത്തേക്കും മോനൂസ് എഴുന്നേറ്റ് വന്നതുകൊണ്ട് പിന്നെ ഞാൻ അവനോട് പറഞ്ഞു, മോൻ്റെ ഒന്ന് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ ദോശ ഇടയ്ക്ക് നോക്കും കേട്ടോ.
അവൻ നോക്കുമ്പം ഞാൻ എന്ത് ചെയ്തു, വേഗം അകമൊക്കെ അടിച്ചു വാരി. പിന്നെ മുറ്റം ഞാൻ കാലത്ത് അടിച്ചു വാരിയതായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അതുപോലെ അന്ന് ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കൊന്ന് ഞാനൊരു 6ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ചാണം മെഴുകുമായിരുന്നു കേട്ടോ വീട് നല്ലപോലെ. അന്ന് നമ്മൾ ഈ കാട്ടിൽ പോയിട്ട് താളി പറിച്ചുകൊണ്ട് വന്നിട്ട് താളി ഉണ്ടാക്കി ചാണകവും കരിയൊക്കെ ചകിരിയൊക്കെ ചുട്ട് കരി ഉണ്ടാക്കി ചാണം മെഴുകുന്ന വീടായിരുന്നു. കറണ്ടും അതുപോലെ തന്നെ നമ്മളെ കല്യാണം വരെയൊന്നും വീട്ടിൽ കറണ്ടൊന്നും ഇല്ല കേട്ടോ. മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് തന്നെയാണ് നമ്മൾ പഠനമൊക്കെ അന്ന് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നുമില്ല, വെള്ളമില്ലായിരുന്നു. വെള്ളമൊക്കെ നമ്മൾ കൊണ്ടുവരണം. കല്യാണം കഴിഞ്ഞ് തറവാട്ടിൽ ചെന്നപ്പോഴും അവിടെയും വെള്ളമില്ല കേട്ടോ. വെള്ളം നമ്മൾ കൊണ്ടുവന്ന് വേണമായിരുന്നു. പിന്നെ മഴക്കാലത്ത് മാത്രം, വേനൽക്കാലത്ത് മാത്രം കേട്ടോ. മഴക്കാലത്ത് അവിടെ മുറ്റത്ത് കിണറുണ്ട്, നമ്മൾ കോരി ഉപയോഗിക്കണം. ഇവിടെ കൂടഞ്ഞിയിലെത്തിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിങ്ങനെ പൈപ്പ് തുറന്ന് വെള്ളം വരുന്ന ഒരു ഇപ്പം വെള്ളത്തിൻ്റെ സൗകര്യം കൂടി ഇപ്പോൾ വെള്ളത്തിലായി കേട്ടോ. വീടും വെള്ളത്തിലായി. പിന്നെ 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്താലേ ഉള്ളൂ കേട്ടോ നമുക്കങ്ങനെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്. വെയിലറച്ചാൽ പെട്ടെന്ന് വെള്ളം അങ്ങ് പോകും. അങ്ങനെ ഇതാ വലിയേട്ടായി ദോശയൊക്കെ ചുടുന്നുണ്ട് കേട്ടോ. പക്ഷെ അവനിന്ന് ലേശം ഒരു മടിയായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേൽക്കാൻ. അവനെ രാവിലെ എഴുന്നേൽപ്പിച്ചതിൻ്റെ ഒരു വിഷമം കൊണ്ടാണ് അവൻ മുഖം കാണിക്കാത്തത് കേട്ടോ. അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഞാൻ നേരത്തെ വിളിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾ നേരത്തെ എഴുന്നേൽക്കണം. നേരത്തെ എഴുന്നേറ്റിട്ട് പല്ല് തേച്ച് പാട് കുളിച്ച് പിന്നെ കുറച്ച് നേരമൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലുമായി നടന്നാലും അത് ചെയ്യാൻ ഞാൻ പറയും. പക്ഷേ അവർക്ക് മടിയാണ്. പിന്നെ എൻ്റെ നിർബന്ധം കൊണ്ടും നിവൃത്തിയില്ലായ്മ കൊണ്ടും അവർ ചെയ്യുന്നതായിരിക്കും. ആദ്യക്കൂട്ടന് പിന്നെയും കുഴപ്പമില്ല കേട്ടോ ചെയ്യാനൊക്കെ. പല്ല് തേച്ചാലും കുളിക്കണമെങ്കിൽ കുളിക്കാമെന്നൊക്കെ ഉള്ളൊരു മനസ്സിന് രാവിലെ കുളി അവന് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ഏതായാലും വേണ്ടില്ല കുളിച്ചു. അങ്ങനെ എന്താ പറയുക, അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇതെല്ലാം ചെയ്ത് തീർത്തിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നും ചെയ്ത് തീർക്കാറില്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. എന്നും ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇത്രയും പണികൾ, അതായത് ചിലപ്പോൾ തുണികളൊക്കെ ചിലപ്പോൾ വൈകുന്നേരം വന്നിട്ട് മടക്കാമെന്നുള്ളൊരിതുണ്ടാവും കേട്ടോ. പക്ഷേ ഇങ്ങനെ തുണി രാവിലെ എടുത്തിടാറുമില്ല. അപ്പോൾ ഞാൻ രാവിലെ അലക്കിയ തുണികൾ വിരിച്ചിട്ട സമയത്ത് ഷെഡിൽ ഉണങ്ങി കിടക്കുന്ന തുണിയൊക്കെ എടുത്തുകൊണ്ടെന്ന് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് എന്താണെങ്കിലും ഇന്ന് നല്ലൊരു ദിവസമല്ലേ, അപ്പം നമ്മൾ എന്തായാലും ചെയ്ത് തീർക്കാനുള്ളതൊക്കെ ചെയ്ത് തീർത്തിട്ട് വൈകുന്നേരത്തേക്ക് വെക്കാതെ പോകണം എന്നുള്ള വാശിയായിരുന്നു എനിക്ക് മനസ്സിൽ. അപ്പോൾ തിണ്ണയിലത് ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിൻ്റെ പണിയില്ലാത്തതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. അതുകൊണ്ട് പിന്നെ എനിക്കൊരു സമാധാനമുണ്ട്. മക്കളിവിടെ വീട്ടിലാണെങ്കിലും ധൈര്യമായിട്ട് പോകാമല്ലോ എന്നുള്ള. അപ്പോൾ ഇങ്ങനെ എല്ലാ പണിയും ഒതുക്കി ബെഡെല്ലാം വിരിച്ച് എല്ലാ പണിയും ഒതുക്കി പോകുമ്പോൾ ഭയങ്കര ഒരു തൃപ്തിയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ എനിക്ക് ശരിക്കും വിശന്ന് വിറച്ചായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ സെറ്റ് സാരി. സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തൊക്കെ ആണെങ്കിലും എനിക്ക് സാരി ഉടുത്ത് പോകുന്നത് തന്നെയായിരുന്നു കേട്ടോ ഇഷ്ടം. ടീച്ചേഴ്സിന് ചുരിദാറിട്ടിട്ട് സ്കൂളിൽ വരാമെന്നൊക്കെ ആണെങ്കിൽ പോലും സമയം 8:25 ആവാനായി എന്നുള്ളതാണ്. 8:45 എനിക്ക് അവിടെ ഷോപ്പിലെത്തണം കേട്ടോ. അപ്പം പറഞ്ഞു വന്നത് എന്തായിരുന്നു, സാരി ചുരിദാറിട്ട് പോകാമായിരുന്നെങ്കിലും അന്നും എനിക്കിഷ്ടം സാരി ഉടുത്ത് പോകുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ സെറ്റ് സാരി ഉടുക്കുക എന്നുള്ളത് എനിക്ക് എന്തോ പ്രത്യേക ഒരു ഇഷ്ടമാണ്. ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഉടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അലക്കണോ ഉണക്കണോ ഉണക്കി വെക്കലോ ഒക്കെ ഒരു ചടങ്ങാണ് കേട്ടോ. പിന്നെ അങ്ങനെ എന്താണെങ്കിലും എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ എത്ര സമയമില്ലെങ്കിലും ഞാനത് ചുറ്റി 5 മിനിറ്റ് വേണ്ട സാരി ഉടുക്കാനൊന്നും അധികം സമയം പിന്നെ വേണ്ടല്ലോ. പിന്നെ ഒന്നിനും എന്താ പറയുക, നമ്മളെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ സാധിക്കാതെ പിന്നെ അല്ലേ നമ്മൾ മാറ്റി വെച്ച് അത് അവിടെ മാറിക്കിടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, ഞാൻ വേഗം അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഞാൻ സാരിയൊക്കെ വലിച്ചു ചുറ്റി ഇട്ടു കേട്ടോ. പിന്നെ എല്ലാം ആക്കി തുടച്ച് അടുക്കളയിൽ എല്ലാം മൂടിപ്പെറുക്കി വെച്ചിട്ടുണ്ട്. ചോറായിട്ടുണ്ട്, കറി പിന്നെ തോരനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പക്ഷേ അന്ന് കുഞ്ഞേട്ടൻ ഞാൻ വരുമ്പോഴത്തേക്കും ക്യാരറ്റ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോറന്ന് കൊണ്ടുവന്നില്ല, ഞാൻ ഉച്ചയ്ക്ക് വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടേന്ന് പോന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞു, അടിത്തോടെയും ഭക്ഷണം ഉണ്ടാക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 3 കൂടി ഇന്ന് ചായ കുടിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. കുടു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുടുവിനെ മാത്രമേ ഞാൻ ഉണർത്താത്തതുള്ളേ.
അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്തിനുള്ളിൽ കുടുവിനെ എടുത്ത് പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് ചായ കൊടുത്തിട്ട് വേണം ഞങ്ങൾ ഒരുമിച്ച് വേണം പോവുക കേട്ടോ. അപ്പോൾ ആ ഒരു പണി എനിക്ക് കുറവുണ്ടായിരുന്നു കേട്ടോ. കാരണം കുടു ഉണർന്നില്ലല്ലോ ഇതുവരെ. അപ്പോൾ കുഞ്ഞേട്ടൻ ഉള്ളത് കൊണ്ട് കുടുവിനെ പോകാനാകുമ്പോഴത്തേക്ക് റെഡിയാക്കിക്കോളും എന്നുള്ള സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. ഇത് ഞാൻ കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ദോശ 2 ദോശ കണ്ടേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും 2 പോരെയെന്ന്. എവിടെ ഇത്ര നേരം പണിയെടുത്തതിന് 2 വേണം, ഇനി ഉച്ചവരെ പണിയെടുക്കാൻ 2 വേണം. പക്ഷേ ആ 2 ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കടയിൽ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. ഞാൻ എങ്ങനെയോ 12:30 ആക്കി. 12:30 ആയപ്പോഴത്തേക്ക് എനിക്ക് വിശന്ന് വിറച്ച് വിയർപ്പ് വരാൻ തുടങ്ങി, അതുപോലെ തല കറങ്ങാൻ തുടങ്ങി. അത്രേ ഉള്ളൂ കേട്ടോ ആരോഗ്യം. പെട്ടെന്ന് ഷുഗർ കുറയും കേട്ടോ. എനിക്ക് ഷുഗറും കുറയും, പ്രഷറും കുറയും. അങ്ങനെ അപ്പോൾ പോവാനായി ഇറങ്ങിയപ്പോഴത്തേക്കും ആദ്യക്കൂട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. ആദ്യക്കൂട്ടൻ അമ്മൻ്റെ കൂടെ പോരു കുഞ്ഞെ, അവിടെ ഇരുന്നിട്ട് കുറച്ച് വർക്ക് അവന് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാൻ പഠിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ അവൻ പോകുന്നില്ല കേട്ടോ. അമ്മ ഉച്ചയ്ക്ക് വരുമോ എന്നാൽ ഉച്ചയ്ക്ക് ഞാൻ പോരാം, കാരണം അവന് കളിക്കണം, ഇവിടെ ഇരുന്നാൽ കളിക്കാമല്ലോ. അങ്ങനെ ചേട്ടായിയും ആദ്യക്കുട്ടനും അച്ഛനും കുടുവും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമാധാനത്തിലാണ് ഇന്ന് ഞാൻ പോണത് കേട്ടോ. അല്ലെങ്കിൽ ഈ സമയം എൻ്റെ കൂടെ ഇവരെല്ലാവരും ഉണ്ടാവും കേട്ടോ. അങ്ങനെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നല്ലൊരു കാലമാവട്ടെ അല്ലേ. നമ്മൾ നല്ല നല്ല കാഴ്ചകൾ കാണാനും നല്ല നല്ല വാർത്തകൾ കേൾക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് ഇനി ഈ ഒരു പുതുവർഷത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദുരിതങ്ങളും ദുരിതപ്പെയ്ത്തുകളും ഒക്കെ മാറി മഴ പെയ്യണം. മഴ പെയ്താലേ നമുക്ക് നാളേക്ക് വെള്ളം ഉണ്ടാവുള്ളൂ. മഴ പെയ്യണം. പക്ഷേ എന്താ പറയുക, ഭൂമിയുടെ ഒരു നിലവിലുള്ള ആവാസ വ്യവസ്ഥയിൽ തന്നെ മാറ്റം വന്നതുകൊണ്ട് ഭൂമി നമുക്കെതിരെ പ്രതികരിച്ച് തുടങ്ങിയതാണ്. നമുക്കറിയാം. എന്ത് ചെയ്യാനാ, എല്ലാം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. എന്ത് വന്നാലും നേരിട്ടേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ മനസ്സ് നിറയെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഞാൻ പോണത്. കാരണം എനിക്ക് ചെയ്യാനുള്ള പണികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ പോകുന്നു എന്നുള്ളത് അതിലൊരു സന്തോഷം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു. നമ്മളവിടെ റോഡിൻ്റെ അവിടെ ഒരു കട്ടിങ്ങാണ്. അവിടെ കട്ടറായിട്ടുണ്ട്. അതായത് മണ്ണ് പോയി. ഞങ്ങളൊരു വട്ടം ഇവിടെ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് മഴ പെയ്ത് ഒലിച്ചു പോയി. ഇനിയിപ്പോൾ വീണ്ടും എന്തെങ്കിലും ഇട്ടിട്ട് ഉറപ്പിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ പോകുന്നു കേട്ടോ. അവരവിടെ അർമാദിക്കട്ടെ, ആഘോഷിക്കട്ടെ. കാരണം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും, എടാ മോനുച്ചേന്ന്. ഇത് പിന്നെ ശല്യമില്ല, സുഖമായിട്ട് കളിക്കാമല്ലോ. അങ്ങനെ കടയിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളൊന്ന് മൊത്തമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടാണ് ഇരിക്കാറുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ സാധാരണ പോലെ ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞങ്ങൾ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ